ഹായ്. അപ്പോൾ അഡിയോസ് അമീഗോ റിലീസായി ആൻഡ് നമ്മളും അത് കണ്ടിട്ട് വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫിലിമിന്റെ ട്രെയിലർ റിലീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു എക്സ്പെക്ടേഷൻ വീഡിയോ ചെയ്തിരുന്നു. ആൻഡ് ഇന്ന് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തൊക്കെ കാര്യങ്ങൾ അലൈൻഡ് ആയിട്ട് വന്നു, മൂവി മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പൊ നിങ്ങൾ വേഗം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അഡിയോസ് അമീഗോ ഡൗട്ട് ഒന്നും ഇല്ലാതെ ആദ്യമേ പറയാം, നമ്മൾ പ്രതീക്ഷിച്ച അതേ വൈബിലുള്ള ഒരു ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അതിനുവേണ്ടി നമ്മളെ പരുവപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം അതിന്റെ ഗ്ലിംസസും ട്രെയിലേഴ്സും ഒക്കെ വരേണ്ടത്. അങ്ങനെ വന്ന ഓരോ ഡീറ്റെയിൽസും നമ്മളെ എങ്ങനെ ഒരു സിനിമ കാണാനാണോ റെഡിയാക്കി നിർത്തിയേക്കുന്നത്, എക്സാക്ട്ലി ആ ഒരു തരം സിനിമയായിട്ട് തന്നെയാണ് ഡയറക്ടർ നഹസ് നാസർ അഡിയോസ് അമീഗോ എന്ന ചിത്രത്തിനെ പാക്ക് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു ഫൺ ആൻഡ് ചിൽ മൂഡിൽ പോകുന്ന ഫിലിം. ആൻഡ് തുടങ്ങി അധികം കഴിയും മുമ്പേ തന്നെ മെയിൻ ആയിട്ട് ആരെയൊക്കെ സ്ക്രീനിൽ കാണാനാണോ നമ്മൾ തിയേറ്ററിൽ എത്തിയത് അവരുടെ ഇൻട്രൊഡക്ഷന് വരുന്നുണ്ട്. ആസിഫ് അലി ആൻഡ് സുരാജ് ഏട്ടൻ. രണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് അവരുടേത്. ആൻഡ് സിനിമയിലെ നല്ല വശങ്ങൾ പറയുമ്പോൾ അതിലെ ഹ്യൂമർ നന്നായിരുന്നു, പെർഫോമൻസസ് നന്നായിരുന്നു, റൈറ്റിംഗ് നന്നായിരുന്നു എന്ന് വെവ്വേറെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ആപ്റ്റ് ആവുക ലീഡ് റോൾസ് ചെയ്ത ഈ രണ്ടുപേരും വളരെ ഓർഗാനിക് ആയിട്ട് ജനറേറ്റ് ആയി വരുന്ന, ഒട്ടും ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാത്ത ഹ്യൂമർ സിറ്റുവേഷൻസ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കുന്നതായിരിക്കും അതിന്റെ ഒരു ഭംഗി. കോമഡി എന്ന തന്റെ ഫോട്ടിലേക്ക് സുരാജ് ഏട്ടൻ എത്രത്തോളം തിരിച്ചു വരും എന്ന് കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന നമ്മളെ കൂടുതൽ എന്റർടൈൻ ചെയ്യിച്ചത് ആസിഫിക്കയാണ്. പുള്ളി ശരിക്കും ഈ പടത്തിലില്ല. പകരം ഒരു കംപ്ലീറ്റ് സെലിബ്രേഷൻ മൂഡിൽ ഹാപ്പി ഗോ ലക്കി ആറ്റിറ്റ്യൂഡോ ആയിട്ട് നടക്കുന്ന പ്രിൻസ് എന്ന ക്യാരക്ടറിനെ മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് ലെറ്റ് ലൂസ് ആയാൽ കൈവിട്ട് പോവുകയും ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞു പോവുകയും ചെയ്തേക്കാവുന്ന ഒരു റോൾ വളരെ കെയർഫുൾ ആയിട്ട്, എന്നാൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നതിന്റെ ഒരു സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ. എന്ന് വെച്ച് സുരാജ് ഏട്ടൻ ഒട്ടും പുറകോട്ട് പോയി എന്നല്ല, വൈകാരികമായിട്ട് പല മെന്റൽ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തികമായിട്ടും കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു ക്യാരക്ടറിനെ ഈ സിനിമയുടെ പ്ലോട്ടിൽ ഉണ്ടായി വരുന്ന ഫണ്ണി മൊമെന്റ്സിൽ എങ്ങനെയാണോ ക്യാരി ചെയ്യേണ്ടത്, അതൊരു മികച്ച നടൻ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, അത് തന്നെയാണ് പുള്ളി ഇവിടെ ചെയ്തിട്ടുള്ളത്. അഭിനയിച്ച് തകർക്കുക എന്നുള്ള ഒരു ആംഗിൾ അല്ല, ബിക്കോസ് പുള്ളിയെ പോലൊരു ആക്ടറിന് വലിയ ചാലഞ്ചിങ്ങോ ആയിട്ടുള്ള ഒരു റോൾ അല്ല ഇത്. ബട്ട് എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് ആ കഥാപാത്രത്തിനെ പടത്തിൽ ത്രൂ ഔട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, അത് എത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്, അതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ നല്ലൊരു പടം. പക്ഷെ എന്തൊക്കെയാണ് കുറവുകൾ, എവിടെയെങ്കിലും ഒക്കെ പാളി പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും പല പല പോരായ്മകളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് പറയേണ്ടത് ഫിലിം ഡ്യൂറേഷൻ ആണ്. വളരെയധികം പ്ലോട്ട് ഡെവലപ്മെന്റ്സ് ഉള്ള വലിയ വലിയ സംഭവങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒന്നുമല്ല അഡിയോസ് അമീഗോയുടെ സ്റ്റോറി പോകുന്നത്. ലൈറ്റ് ഹാർട്ടഡ് മൊമെന്റ്സ്, അതുവഴി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ്, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, ഇതൊക്കെയാണ് സിനിമയിൽ. അങ്ങനെ ഒരു സിനിമ 2.5 മണിക്കൂറിന് പുറത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പലയിടത്തും ആ ലാഗ് ഫീൽ ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റൈറ്റിംഗ് വേണ്ടി വരും. പക്ഷെ ഇവിടെ റൈറ്റിംഗ് അഡിക്വേറ്റ് ആണ്, കൂടുതൽ മാജിക്സ് ഉള്ള ഒന്നല്ല. അപ്പൊ നാച്ചുറലി സിനിമ വളരെ സ്ട്രെസ്ഡ് ഔട്ട് ആയി തോന്നും. അത് നമ്മൾ ഓഡിയൻസിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് വരുന്നു, ഒരു ബസ് റൈഡ് പോലെ, നല്ല കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടുള്ളൊരു യാത്ര. അപ്പൊ ദാ ഒരു ബസ് സ്റ്റോപ്പ്, അവിടെ കുറച്ച് ഡിലേ, വീണ്ടും ബസ് എടുക്കുന്നു, സുഖമായിട്ടുള്ള യാത്ര, ദാ ബസ് സ്റ്റോപ്പ്. ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് രീതിയിലാണ് ഫിലിമിന്റെ പേസ് എന്നാണ് തോന്നിയത്. പക്ഷെ ബസിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ്, അതായത് സിനിമയുടെ ക്ലൈമാക്സ്, അത് എക്സാക്ട്ലി ആ ഒരു മൂഡിൽ വന്ന് നിൽക്കുന്ന, എമോഷണലി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എനാക്ട് ചെയ്തേക്കുന്നത്. ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു സംഭവം ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്തേക്കുന്ന രീതിയാണ്. ജെയ്ക്സ് ബിജോയുടെ ഒരു ഡീസന്റ് വർക്ക് തന്നെയാണ്. അതിന് ആസ് സച്ച് കുറ്റം പറയാനായിട്ടൊന്നുമില്ല. ബട്ട് അത് കൃത്യമായിട്ട് സിങ്കായി മുന്നോട്ട് പോകുന്നതിന് പകരം ഫിലിം ആകെ വാരി വിതറേക്കുവാണ്. നമ്മൾ ഈ പറഞ്ഞ നിർത്തിയെടുത്തു പോകുന്ന സ്റ്റോറിയുടെ മേളിൽ അൺഈവൻ ആയിട്ട് അതങ്ങനെ നിൽക്കുന്ന പോലെ. അതേപോലെ കൊടുത്ത റോൾസ് നന്നായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന രണ്ട് നടന്മാർ, എന്നാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള റേഞ്ച് ആ ക്യാരക്ടേഴ്സിനുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. അത് കൂടുതൽ എവിഡന്റ് ആവുന്ന പ്രിൻസ് എന്ന ക്യാരക്ടറിലാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഹ്യൂമറും എമോഷനും വരുന്ന സിറ്റുവേഷൻസ് എഴുതി ഉണ്ടാക്കിയേക്കുന്ന മിടുക്ക് ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്യുന്നതിൽ വന്നിട്ടില്ല എന്ന്. അത് ഇവരുടെ രണ്ട് റോൾസിനെ വെച്ച് മാത്രം പറയുന്നതല്ല, സിനിമയിലെ മറ്റ് ക്യാരക്ടേഴ്സും ഇവരും അവരുമായിട്ടുള്ള റിലേഷൻസ് ബേസ് ചെയ്ത് കൂടെയാണ്. മറ്റെവിടെയും തൊടാതെ ഒരു സ്ട്രിങ്ങിൽ നിന്ന് കണക്റ്റഡ് അല്ലാതെ കാര്യങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ചില ക്യാരക്ടേഴ്സ്, അതാണ് മൂവിയിലുള്ളത്. ഷൈൻ ടോം ചാക്കോ, നന്ദു, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ആൻഡ് ആസിഫ് അലി മൂവിയിൽ ത്രൂ ഔട്ട് ആ യൂസ് ചെയ്യുന്ന ഒരു സംഭവം, അതും ഒന്നുകിൽ റൈറ്റിംഗിലോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിങ്ങിലോ എങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു ഒരു പരിധി കഴിയുമ്പോൾ. ഓവറോൾ ഇപ്പോൾ അഡിയോസ് അമീഗോ എങ്ങനെയുണ്ട്? ഒരു മാരക തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന മൂവീസ് അല്ലാതെ നോർമൽ സ്റ്റോറീസ് പറയുന്ന, ഫീൽ ഗുഡ് മൊമെന്റ്സിലൂടെ പോകുന്ന, കുറച്ച് സ്ട്രെച്ച്ഡ് ഔട്ട് ആണെങ്കിലും കുറെ ഫൺ മൊമെന്റ്സ് ഉള്ള, നമുക്കെല്ലാം ഇഷ്ടമുള്ള ആക്ടേഴ്സ് അവരുടെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള
കുറെ ഇടങ്ങളിലൊക്കെ ചിരിക്കാനുള്ള സാറ്റിസ്ഫാക്ടറി ആയ ഒരു പോയിന്റിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു വൺ ടൈം വാച്ച് സിനിമ. അത്തരം സിനിമകൾ കാണാൻ ഒരു 2.5 മണിക്കൂർ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അഡിയോസ് അമീഗോ തിയേറ്ററിൽ കണ്ട് ഒരു സാറ്റിസ്ഫൈഡ് സ്റ്റേറ്റിൽ ഇറങ്ങി വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുമെന്നും സിനിമയെ പറ്റിയോ വീഡിയോയെ പറ്റിയോ ഉള്ള നിങ്ങളുടെ തോട്ട്സ് കമന്റ് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.